Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. അപ്പൊ നമ്മള് അങ്ങനെ വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? ആഘോഷമൊക്കെ നന്നായിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു, ma'am. ഇതിനിടയിൽ നമ്മുടെ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ മറന്നോ? നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഓഡിറ്റ് നമ്മൾ എവിടെയാണ്, എവിടം വരെയാണ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മൾ എവിടം വരെയാണ് എടുത്തു നിർത്തിയത്? ഓക്കെ, എവിടം വരെയാണ് എടുത്തു നിർത്തിയെന്ന് പറയാമോ? സ്റ്റേജ് 6 വരെ. ഓക്കെ, അപ്പൊ നമ്മള് ഡിഫറെന്റ് സ്റ്റേജുകൾ അല്ലെ, ഓഡിറ്റ് എന്താന്നുള്ള കാര്യം മനസ്സിലാക്കി. അതായത് നമ്മൾ കണ്ടു അല്ലെ, ഏതിനു വേണ്ടിയിട്ടാണെങ്കിലും ഓഡിറ്റ് നടത്താം നമുക്ക്. അതായത് ഏതെങ്കിലും ഒരു ഭേദഗതികൾ വരുത്തണമോ വേണ്ടയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. എപ്പോഴും പേഷ്യൻസിന് നല്ലൊരു ഗുണമേന്മയുള്ള സർവീസ് കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ഹോസ്പിറ്റൽ എന്ന പേര് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്ത രീതിയിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഭേദഗതികൾ വരുത്തണോ വേണ്ടയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓഡിറ്റ് ഏത് രീതിയിൽ നമുക്ക് നടത്താം എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് കണ്ടു. അതിന്റെ സ്റ്റേജസ് കണ്ടു അല്ലെ. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഏതിനാണ് വ്യത്യസ്ത തരത്തിൽ ഓഡിറ്റ് ചെയ്യാനുള്ള ആവശ്യകതകൾ ഉണ്ടാവും, പ്രയോറിറ്റീസ് ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഓഡിറ്റ് നടത്തും. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിലവിലുള്ള പെർഫോമൻസുകൾ കമ്പയർ ചെയ്ത് അല്ലെ, അത് താരതമ്യം ചെയ്തിട്ടാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ വേണ്ടേ എന്നൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തി അല്ലെ, ഇംപ്രൂവ്മെന്റ് ഒക്കെ വരുത്തിയതിനു ശേഷം നന്നായിട്ട് റിസൾട്ടുകൾ ഭേദഗതികൾ വരുത്തിയപ്പോൾ നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള അല്ലെ എന്തെങ്കിലും സേവനങ്ങളാണ് കാഴ്ചവെക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിനോട് സ്പീഡിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വീണ്ടും എന്തെങ്കിലും ഒരു മെഷീനൊക്കെയാണ് നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ നമുക്കറിയാം ആദ്യം റിസൾട്ടൊക്കെ പെട്ടെന്ന് അല്ലെ അവിടെ മാറ്റം വരുത്താൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അതിന്റെ ഉപയോഗമൊക്കെ നന്നായിട്ട് തന്നെ സ്മൂത്ത് ആയിട്ടൊക്കെ പോകുമ്പോൾ വീണ്ടും ഓഡിറ്റ് നടത്തുമ്പോൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്ക് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അത് പരിഹരിച്ച് അത് വീണ്ടും നമ്മൾ റീ ഓഡിറ്റ് ഒക്കെ നടത്തിയിട്ടാണ് അതിന്റെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത സ്റ്റേജുകളൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടായിരുന്നു പേഷ്യൻസിന്റെ അല്ലെ സേവനങ്ങൾക്ക് എന്തിന്റെ ഏത് മേഖലകളിലാണെങ്കിലും ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ അത് ജസ്റ്റ് കണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താം? ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് അല്ലെ, അത് സ്ഥിതിവിവര കണക്കുകൾ അത് ഉൾപ്പെടുന്ന ഓഡിറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് എന്താണ് ഇയർലി എടുത്ത കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഡെലിവറി അല്ലെ അവരുടെ കുട്ടികളുടെ എന്തെങ്കിലും മരണനിരക്കോ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എപ്പോഴും നല്ല സേവനങ്ങളാണ് അല്ലെ. ഇന്ന ഇയറിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഇത്ര പേഷ്യൻസിനെ മാത്രമാണ് എന്താണ് ഡെത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചുള്ളൂ. ഹോസ്പിറ്റലിന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് നല്ല നിലവാരം, ഒരു സ്ഥിതിവിവര കണക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം. എക്സ്റേ വ്യൂ, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ അല്ലെ നമ്മളൊരു റേഡിയേറ്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ എക്സ്റേയുടെ എല്ലാ അവലോകനങ്ങളും നടത്താൻ വേണ്ടിയിട്ട് വിചാരിച്ച രീതിയിൽ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് സമയക്രമത്തിൽ അവിടെയൊക്കെ എന്തെങ്കിലും അപാകതകളുണ്ടോ, അല്ലെങ്കിൽ നിശ്ചിത സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നതിൽ അല്ലെങ്കിൽ എന്താണ് സെക്യൂരിറ്റികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അവലോകനം നടത്താനൊക്കെ ആയിട്ട് എക്സ്റേ വ്യൂ ആ ഒരു ഭാഗത്തിന് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ ഓഡിറ്റ് നടത്താം. ഡിസീസസ് ഓഡിറ്റ്, അതായത് എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ. പിന്നെ രോഗങ്ങൾ ഈ ഒരു സമയങ്ങളിൽ നമുക്കറിയാം സീസണായിട്ട് അല്ലെ, ഒരു മഴക്കാലം വരുമ്പോഴും വേനൽക്കാലം വരുമ്പോഴൊക്കെ വ്യത്യസ്ത രോഗങ്ങൾ വരും അല്ലെ. ആ രോഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ സജ്ജമാണ്.
നല്ല രീതിയിൽ തന്നെ അതിന്റെ മൂവ്മെന്റ് പോകുന്നുണ്ട് അല്ലെ. ഒരു ഡിസീസ് വന്ന ഒരു എന്താണ് എല്ലാവർക്കും എല്ലാവർക്കും പകരാവുന്ന ഒരു ഡിസീസസ് വന്നാൽ അങ്ങനെ ഒരു പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കിയത് അല്ലെ. ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട രീതിയിൽ അവലോകനം നടത്താം. obstetric കേസസ് എന്താണ് obstetric കേസസ് ഒക്കെ ഇങ്ങനെ പറയാമോ? obstetric കേസസ് obstetric വിഭാഗം ഓക്കെ ഗുഡ്. ഗൈനക്കോളജി വിഭാഗം. അപ്പൊ obstetric വിഭാഗം എന്ന് പറയുമ്പോൾ ഡെലിവറി ഓക്കെ ഡെലിവറിയുടെ സമയത്ത് അല്ലെ ആ ഒരു വിഭാഗം ഗൈനക്കോളജി വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രസവാനന്തരവും പ്രസവത്തിന്റെ ആ ടൈമിലൊക്കെ എടുക്കുന്ന ഒരു ശിശുക്കളുടെ അല്ലെ ഓക്കെ കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഭാഗമാണ് obstetric കേസസ് പറയുന്നത്. അപ്പൊ അവിടെ മാത്രം അല്ലെ ഒരു അവലോകനം നടത്താം. നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ മാത്രം ഡെലിവറിക്ക് വേണ്ടിയിട്ട് പേഷ്യൻസ് പ്രിഫർ ചെയ്തെടുക്കും അല്ലെ, തെരഞ്ഞെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സേവനങ്ങൾ ഇച്ചിരി നല്ലതായിരിക്കും. ഒരു പക്ഷെ അവിടുത്തെ ഗൈനക്കോളജി ഡോക്ടർ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആ ശുശ്രൂഷ നീറ്റ് ആൻഡ് ക്ലീൻ അതായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളെ പരിചരിക്കുന്ന വിദഗ്ധൻ അത് ഇച്ചിരി കൂടെ പെടുത്തായിരിക്കും. അങ്ങനെ ആ ഒരു വിഭാഗത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്കറിയാം ചില ഹോസ്പിറ്റലുകൾ ചില കാര്യത്തിലായിരിക്കും ഇച്ചിരി പേര് കേൾക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്താണ് അവിടുത്തെ മാനേജ്മെന്റ് എന്താണ് അത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് മാത്രമൊക്കെ അവലോകനങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ അല്ലെ അവിടേക്ക് കൂടുതൽ പേഷ്യൻസ് വരുന്നത് ഇന്ന ഡോക്ടറെ വെച്ചിട്ടാണ് എങ്കിൽ ആ ഒരു വിഭാഗത്തിന് കുറച്ചും കൂടി ഓഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടത്തി കുറച്ചും കൂടി അല്ലെ പേര് കേൾപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം. ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ നമുക്കറിയാം അല്ലെ, അണുബാധകളൊക്കെ വരുമ്പോൾ അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതിപ്പോ എന്തെങ്കിലും ഇതല്ലേ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൊത്തത്തിൽ വരുമ്പോഴൊക്കെ ആ ഒരു രീതിയെ മാത്രം അവലോകനം ചെയ്തത് എങ്ങനെയാ അത് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, മറ്റുള്ളവരിലേക്കൊന്നും എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഓഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അല്ലെ അതിന്റെ തീരുമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് തയ്യാറാവും. നഴ്സിംഗ് ഓഡിറ്റ്, അതായത് നഴ്സിംഗ് ഫീൽഡിലുള്ളവരുടെ മാത്രം അവലോകനം അല്ലെ, അവിടെ ഉള്ള വർക്കേഴ്സിന്റെ ഷിഫ്റ്റിങ് കാര്യങ്ങളും അവരുടെ ഡ്യൂട്ടി ടൈം അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നല്ല സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും രീതിയിലേക്ക് ആ ഒരു ഫീൽഡ് മാത്രം അവലോകനം നടത്താം. ഡെത്ത് ഓഡിറ്റ് നേരത്തെ പറഞ്ഞ മാതിരി അല്ലെ മരണത്തിന്റെ നിരക്ക്, ചിലപ്പോ കുട്ടികളുടെ മരണ നിരക്ക് അറിയാനോ അതല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ അല്ലെ നമ്മളിപ്പോ കോവിഡ് ടൈമിലൊക്കെ കണ്ടായിരുന്നു ഇന്ന അസുഖം കോവിഡ് ബാധിച്ച് ഇന്ന അല്ലെ ഇത്രയും പേഴ്സൺസ് ഒക്കെ മരിച്ചു എന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഓഡിറ്റ് നടത്താവുന്ന അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇപ്പൊ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വ്യത്യസ്ത രീതിയിലും നമുക്ക് എന്താണ് അവലോകനം നടത്താമെന്നത് ക്ലിനിക്കൽ ഓഡിറ്റുകൾ നടത്താമെന്നുള്ളത്. ഓക്കെ ക്ലിയർ അല്ലേ? ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമുക്കൊരു ചെറിയ കുറച്ച് ഓക്കെ ഇതിപ്പോ ഏത് വേണമെങ്കിലും ആവട്ടെ. ഇപ്പൊ പിക്ക് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇങ്ങനത്തെ ക്ലിനിക്കൽ ഓഡിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി അല്ലെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ സ്ഥിതി വിവര കണക്കിന് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം എന്നുള്ളതാണ്. ഓക്കെ സ്ഥിതി വിവര കണക്കുകൾ ചിലപ്പോ അത് എന്തെങ്കിലും ചിലപ്പോ റെക്കോർഡിക്കലി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ ഇന്ന ഈ ഒരു നിപ വൈറസ് അല്ലെ ചില ഹോസ്പിറ്റലുകളൊക്കെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അക്കൗണ്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും അതെ നമുക്കറിയാം എന്താണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെ ഒരു സെപ്പറേറ്റ് വിഭാഗത്തിന്റെ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും സ്ഥിതി വിവര കണക്ക് അത് റെക്കോർഡിക്കലി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവലോകനം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിപ വൈറസ് ഒക്കെ അവിടെയാണ് ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആ ഒരു കണക്കൊക്കെ കൃത്യമായിട്ട് തന്നെ ഓഡിറ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ വീണ്ടും അത് വരികയാണെങ്കിൽ എന്താണ് ആ പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഓഡിറ്റ് നടത്തും അല്ലെ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സ്ഥിതിവിവര കണക്കിന് വേണ്ടിയിട്ട് അത് സൂക്ഷിക്കുന്നതാണ്. അത് ആ ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ട് അവലോകനം നടത്താനായിട്ട് അത് ഉപയോഗപ്രദമാക്കാം എന്നുള്ളത്. അപ്പൊ ടൈപ്സ് ഓഫ് ഓഡിറ്റില് നമുക്കറിയാം സ്ഥിതിവിവര കണക്കിന് വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്താം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് ഓഡിറ്റിലെ എല്ലാം ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. നിങ്ങൾ കണ്ടാൽ അറിയാമൊക്കെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പോയിന്റ്സുകളാണ്. കുറച്ച് പോയിന്റോട് കൂടിയിട്ട് നമ്മുടെ ഓഡിറ്റ് അവസാനിക്കും.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ് ആണ്. അതായത് ഓഡിറ്റില് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവർക്കുള്ള പങ്ക് അല്ലെ. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിഭാഗം എന്ന് പറയുമ്പോൾ അവരായിരിക്കും നയങ്ങളും അല്ലെ നടപടിക്രമങ്ങളും ചട്ടക്കൂടുകളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ് അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയൺമെന്റ്. അതായത് ഇപ്പൊ ഒരു ഓഡിറ്റ് നടത്തണമെന്ന് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് നടത്തണമെന്ന് ആഗ്രഹിച്ച് അല്ലെ വന്ന് അത് ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരാണ് അല്ലെ. ഭരണ നിർവഹരാണ് ആ ഓഡിറ്റ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. ശരിയല്ലേ? ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഇന്ന ഭാഗത്ത് ഒരു ഓഡിറ്റ് നടത്തണമെന്നുള്ള ഒരു ഇതിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ പിന്നീട് അവിടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ള വ്യക്തികളാണ്. ഓക്കെ, നിങ്ങൾ ഇതിലേക്ക് ഒന്ന് റിപ്ലൈ തരികയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാൻ എളുപ്പം. അല്ലെങ്കിൽ ഇതിങ്ങനെ ബോറായിട്ട് ഇങ്ങനെ ഞാൻ മാത്രം പറഞ്ഞ് ഓക്കെ. നെക്സ്റ്റ് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് റിസോഴ്സ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. അതായത് ഇതേമാതിരി നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഇപ്പൊ നമ്മൾ പറയുകയാണ് ഒരു മെഷീൻ സ്ഥാപിക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റില് ഓഡിറ്റേഴ്സ് വന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു മെഷീൻ സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന്റെ കാര്യത്തിൽ ഇത്തിരി കൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ പോകാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മെഷീൻ അവിടെ നടപ്പാക്കി കൊടുക്കേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവരാണ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് റിസോഴ്സസ് ഇൻ കേസ് ഒരു മെഷീന്റെ ആയിരിക്കും അതല്ലെങ്കിൽ ഒരു പേഴ്സണെ ആയിരിക്കും കൂടുതലായിട്ട് നിയമിക്കണമെന്ന് ഓഡിറ്റേഴ്സ് പറയാണ്. ഇവിടെ ഇതിന്റെ ലാക്ക് വരുന്നത് അല്ലെ. ഇവിടെ ഒരു ഇത്തിരിയും കൂടി ബുദ്ധിമുട്ടാവുന്നത് അവിടെ ഒരു പേഴ്സന്റെ അഭാവമുണ്ട്. അപ്പൊ അവിടെ ഒരു പേഴ്സണെയും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ. എങ്കിൽ അവിടെ അത് കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു പേഴ്സൺ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ആ ഒരു ഫെസിലിറ്റി അല്ലെ ആ ഒരു സൗകര്യം പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ള വ്യക്തികളാണ്. പിന്നെന്താ പറയുന്നത് ടു റിമോട്ട് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മൂലധനം എന്നാണ്. അതിപ്പോ വ്യത്യസ്ത തരത്തിലുള്ള റിസോഴ്സുകൾ ആവാം. മെഷീൻ ആവാം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ആവാം, അതല്ലെങ്കിൽ ഫണ്ട് ആവാം. ചിലപ്പോ കുറച്ച് അല്ലെ ചിലപ്പോ ഒരു ബിൽഡിംഗ് അല്ലെ ഒരു അഡീഷണൽ ഒരു റൂമും കൂടി ചെയ്തു കൊടുക്കണം എന്നായിരിക്കും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള മൂലധനമായിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെഷീൻ, മണി, പീപ്പിൾ ഇതെല്ലാം റിസോഴ്സസ് ആണ്. അപ്പൊ ആ ഒരു മൂല്യത്തോടു കൂടി ആ വിഭവങ്ങള് വ്യത്യസ്ത വിഭവങ്ങളാണ് ശരിക്കും വരുന്നത്. ആ വിഭവങ്ങളില് ഏത് വിഭവമാണോ അതായത് ഏത് റിസോഴ്സ് ആണോ ഓഡിറ്റേഴ്സ് പറയുന്നത് അത് സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അത് വിതരണം ചെയ്ത് കൊടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ നിർവഹകര് തയ്യാറാവണം അല്ലെ. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവരിൽ നിന്ന് ആ ഫണ്ട് സ്വരൂപിച്ച് ഹ്യൂമന് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ടുവന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാസം സാലറി കൊടുക്കണം അല്ലെ. ഒരു മെഷീൻ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ മേടിക്കാൻ ഫണ്ട് വേണം. അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെ ഒരു റൂം കൂടി സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂം പണിയാനുള്ള ഫണ്ട് വേണം. അത് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടത് ആരാ? അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവരാണ്, ഭരണ നിർവഹരാണ്. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആ സംഭവങ്ങളെല്ലാം ഫിനാൻസ് ഒക്കെ ഒപ്പിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? റിസോഴ്സസ് മീനിങ് ഓക്കെ അല്ലേ? Okay, then next എന്താണ് to motivate to enable the medical care providers to work. Okay, to motivate to enable the medical care providers to work enthusiastically. അതായത് പ്രധാനമായിട്ടും പറയുന്നത് ഉത്സാഹശീലമുള്ളവരാക്കി അല്ലെ. enthusiastically എന്ന് പറയുമ്പോഴെന്താണ് അവരെ ഉത്സാഹ സമർത്ഥരാക്കി മാറ്റുക അല്ലെ. അവിടെ അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ നമ്മൾ പ്രേരിപ്പിക്കണം അല്ലെ. നല്ല ഉത്സാഹശീലമുള്ളവരാക്കി കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പരിഗണന അവർക്കൊക്കെ കൊടുക്കണം അല്ലെ. ചിലപ്പോഴൊക്കെ സാലറി കൂട്ടി കൊടുക്കേണ്ട വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്രിമെന്റ്സ് അല്ലെ, എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ലീവോട് കൂടിയിട്ടുള്ള ഒരു കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻക്രിമെന്റ് ഒക്കെ കൂട്ടി കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവരെ ഒരു പ്രചോദനത്തിലേക്ക് ഉൾപ്പെടുത്തണം. ഇതാണ് പറയുന്നത് ടു മോട്ടിവേറ്റ് enable the medical care providers to work
എൻഡോസിസ്റ്റാറ്റിക്കലി എന്ന് പറയുമ്പോൾ അവരെ ഉത്സാഹശീലമുള്ളവരാക്കി തീർക്കണം. അതിന് പര്യാപ്തമാകുന്ന ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയുള്ളവരാണ് അല്ലെ. അവിടെ ഓഡിറ്റേഴ്സ് വന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പൊ ഒരു ഇത്രയും മണിക്കൂർ അവർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇച്ചിരി കൂടി ഉത്സാഹം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സാലറി കൂട്ടി കൊടുത്താൽ മാത്രമാണ് അവർക്ക് ഇച്ചിരി കൂടി ഉത്സാഹത്തോടു കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അത് കൂട്ടി കൊടുക്കേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവരാണ്. then എന്താണ്? ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് ഗ്രീവ്നസ് റിഡ്രസൽ കമ്മിറ്റി. അതായത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അല്ലെ, പേഷ്യൻസിന്റെ ഭാഗത്ത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾക്ക് പരിഹാരം, റിഡ്രസൽ എന്ന് വെച്ചാൽ പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ടതും ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ള. നമുക്കറിയാം, അവര് ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾക്കോ അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫിന്റെയോ ബിൽഡിങ്ങിന്റെ അസൗകര്യമോ എന്തെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവരാണ്. എന്താണ്? നമുക്കറിയാം, പേഷ്യന്റിനെ സംതൃപ്തിപ്പെടുത്തി വിട്ടാൽ മാത്രമാണ് പിന്നെയും പേഷ്യൻസ് അവിടെ വരുള്ളൂ അല്ലെ. അപ്പൊ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് ഒക്കെ വരുന്ന. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഓഡിറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിർദ്ദേശം, അതായത് പരിഹാരം എന്നുള്ള കണ്ടീഷനിൽ അതിന്റെ പരിഹാര നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത് എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയുള്ളവരാണ്. എന്താണ്? ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് പ്രസ് നോട്ട്സ്. അതായത് ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാം അല്ലെ. നമുക്ക് എത്രത്തോളം മര്യാദയോട് കൂടിയിട്ടാണ് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാം. അതിപ്പോ മീഡിയയിലൊക്കെ വല്ല പബ്ലിഷും അല്ലെ, എന്താ പറയണ, വിളിച്ചുകൂട്ടി അല്ലെ, പ്രസംഗങ്ങളോ എന്തെങ്കിലും പ്രസ് ക്ലബൊക്കെ വിളിച്ചുകൂട്ടി തന്നെ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയുള്ളവരാണ് അതിനൊക്കെ മറുപടികൾ കൊടുക്കേണ്ടത് അല്ലെ. പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതിന്റെ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതും അവർ തന്നെയാണ്. അതേപോലെ തന്നെ മീറ്റിങ്ങുകളിലെല്ലാം പ്രസ് എന്ന് പറയുമ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് മീറ്റിംഗ് ഉണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രസ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രസ് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കേണ്ടത്. എന്തെങ്കിലും ഇഷ്യൂസുകൾ വരികയാണെങ്കിൽ അല്ലെ, മീഡിയ കവറേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും മീഡിയാസ് ഒക്കെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും കുത്തിപ്പൊക്കിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കറിയാം ഭരണ നിർവഹരാണ് എപ്പോഴും അതിന്റെയൊക്കെ മറുപടികളൊക്കെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, മറുപടികൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓഡിറ്റ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന കാര്യങ്ങൾ, ഇനിയിപ്പോ ഒരു മരണ നിരക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കുത്തിപ്പൊക്കി വരിക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രസ് ക്ലബൊക്കെ സംഘടിപ്പിച്ചു വരികയാണെങ്കിൽ അവരെ എന്താ പറയാ, നമ്മുടെ ഭരണസമിതിക്കാര് തന്നെ വന്ന് പിന്നെ ഓഡിറ്റ് അവലോകനങ്ങൾ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് അവർക്ക് മറുപടികളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ റോളാണ്, അവരുടെ പങ്കാണ്. നമുക്കറിയാം, ഓഡിറ്റിന്റെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലായിരിക്കും അവര് ഇന്ന സ്ഥിതിവിവര കണക്കുകൾ നമ്മളെടുത്ത് പരിശോധിച്ചപ്പോൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് വന്നത്, അല്ലെങ്കിൽ അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ന്യായീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയുള്ളവരാണ്. പിന്നെന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം അല്ലെ, എപ്പോഴും പേഷ്യൻസിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, സംതൃപ്തമാക്കണം. അതാണ് ഹോസ്പിറ്റലിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയുള്ളവരുടെയും പ്രധാന ഡ്യൂട്ടി അത് തന്നെയാണ്. അപ്പൊ അവർക്ക് അല്ലെ, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. അവർക്ക് എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള ഏരിയകൾ, ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളത്. Then to conduct exit interview and make changes as suggested. അതായത് നമ്മൾ എപ്പോഴും അല്ലെ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, കുറെ ഓഡിറ്റ് ഒക്കെ നടത്തുമ്പോൾ ഇന്റർവ്യൂ വഴി അല്ലെങ്കിൽ സർവേസ് ഒക്കെ നടത്തുകയോ അല്ലെങ്കിൽ നേരിട്ട് അവരിൽ നിന്ന് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ പല രീതിയിലും ഓഡിറ്റ് നടത്താമെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നടത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ചേഞ്ചസും അവർക്ക് അല്ലെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനോ, അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരോട് തന്നെ ആലോചിക്കാതെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതിയാവും. അവരെ ബോധ്യപ്പെടുത്തിയിട്ട് സജഷൻ അല്ലെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ നിർദ്ദേശിക്കാവുന്നതാണ്. എന്താണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്? ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. എപ്പോഴും എന്താണ് നല്ല രീതിയിൽ അല്ലെ, നല്ല രീതിയിലുള്ള പോളിസികൾ, നയങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കണം അവര് എന്താണ് ഫ്രെയിം ചെയ്ത് വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രൂപം കൊടുക്കേണ്ടത്. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് എങ്ങനെയുള്ളവരാണ് നിയമ നടപടികളെല്ലാം രൂപകൽപ്പന ചെയ്യുന്നത്.
അപ്പൊ അവരുടെ രൂപകൽപ്പന ചെയ്യുന്ന നയങ്ങളെല്ലാം തന്നെ എന്താണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള നല്ല രീതിയിലുള്ള ഫ്രെയിം കട്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ക്ലിയർ കട്ട് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള വശങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇവർ നിയമ നടപടികളെല്ലാം രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. വായിച്ചോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഗ്രേ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അല്ലെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അത് കുറച്ചിട്ട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അപ്പൊ നമുക്ക് അങ്ങനെ താഴേക്ക് പോകാം. അല്ലെ നെക്സ്റ്റ് നോക്കാനുള്ളത് അഡ്വാൻറ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെ, അതിന്റെ ആ ഓഡിറ്റിന്റെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. അതായത് ഈ ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ ഒരു പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം കൂടിയാണ്. അതായത് അവലോകനം നടത്തുമ്പോഴാണ് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അത് എന്ന് പറയുന്നത് എന്താണ് ഒരു വിവരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് അല്ലെ. പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ സ്റ്റാഫിന് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ, എപ്പോഴും എന്താണ് ഒരു വിദ്യാഭ്യാസം കൂടിയും ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു അറിവ് നേടാനായിട്ടും കൂടിയും ഈ ഓഡിറ്റ് എന്നത് കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ്. ദെൻ പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് എപ്പോഴും അല്ലെ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് അല്ലെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ശരിയായ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെ നമ്മൾ മുറുകെ പിടിക്കാനും തെറ്റാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് അല്ലെ നമ്മൾ എന്തെങ്കിലും അവലോകനം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഇതില് എന്തൊക്കെയോ തെറ്റുകളുണ്ട്, അതിനെ റിമൂവ് ചെയ്യണം, ശരിയായ കാര്യങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകണം അല്ലെ. നമ്മളിപ്പോ കൃത്യമായിട്ടുള്ള സമയക്രമത്തിന്റെ കാര്യമാണെങ്കിൽ അത് സമയക്രമം ഓക്കെ അത് പങ്ക്ച്വലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതേസമയം സ്ലോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സ്ലോവും കാര്യങ്ങളൊക്കെ എന്താണ് അത് ഇച്ചിരി കൂടി സ്പീഡപ്പ് ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ എന്താണെങ്കിലും എന്താണ് നല്ല കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായി അല്ലെ അതിന് പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഈ ഒരു ഓഡിറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ റിസോഴ്സ് എഫക്റ്റീവ് നമ്മൾ കണ്ടു അല്ലെ. റിസോഴ്സ് വിഭവശേഷി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഫണ്ടിന്റെ ഉപയോഗമുണ്ട്, മനുഷ്യന്റെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഉപയോഗമുണ്ട്, മെഷീന്റെ ഉപയോഗമുണ്ട് അല്ലെ. അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നന്നായിട്ട് തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അവലോകനം നടത്തുമ്പോഴാണ് അവിടെ ഫണ്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മെഷീൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെന്തോ സമയത്തിന്റെ പങ്ക്ച്വാലിറ്റിയാണ് ശരിയല്ലാത്തത് അല്ലെ. ഉള്ള സമയം നന്നായിട്ട് തന്നെ എല്ലാവരും വിനിയോഗിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ച് സമയമാണ് അവിടെ ഡ്യൂട്ടിയിലുള്ളൂ, അതുകൊണ്ടായിരിക്കാം. അപ്പൊ സമയക്രമത്തിലാണ് അവിടെ വ്യത്യാസം വരുത്തേണ്ടത് അല്ലെ. അതല്ലെങ്കിൽ നമുക്കറിയാം ഫണ്ടാണ് അവിടെ കുറവായിട്ട്, ചിലപ്പോൾ ബിൽഡിങ്ങിന്റെ അപാകതയാണ്, അപ്പൊ കുറച്ച് കൂടി ബിൽഡ് പിന്നെ വിപുലീകരിക്കേണ്ടതുണ്ടാവും. അപ്പൊ എന്താണ് അവിടെ റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ റൈസസ് സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം ഓഡിറ്റ് നടത്തുമ്പോൾ എപ്പോഴും നല്ലൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അവലോകനം ചെയ്യണമെങ്കിൽ അത് പ്രധാനമായിട്ടും തന്നെ ഗുണം ചെയ്യും അല്ലെ. അപ്പൊ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓഡിറ്റുകൾ നടത്തുമ്പോൾ സ്റ്റാൻഡേർഡ് നല്ലത് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ പെർഫോമൻസുകളെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അവലോകനം നടത്താനായിട്ട് ഈ ഓഡിറ്റ് നടത്തുമ്പോൾ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ പ്രൊമോട്ട്സ് ചേഞ്ചസ്. അതായത് നമുക്കറിയാം
എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും അല്ലെ. അത് പ്രൊമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, അത് മാറ്റം എന്താ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും. പ്രൊമോട്ട്സ് ചേഞ്ച് എന്ന് വെച്ചാൽ മാറ്റങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. തീർച്ചയായിട്ടും ചീത്തയായ കാര്യങ്ങളാണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ തന്നെ നിർദ്ദേശിക്കും, നല്ലതിനെയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, അതായത് നമുക്ക് നല്ല അല്ലെ വിവരങ്ങളുടെ ആ ഉറവിടം എന്ന് പറയുന്നത്, സോഴ്സസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട മെഡിക്കൽ റെക്കോർഡുകളൊക്കെയാണ് ഉറവിടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. അത് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ പഴയ അവലോകനം നടത്തുമ്പോഴാണ് പഴയ റെക്കോർഡുകളും ഇൻഫോർമേഷൻസ് ഒക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് പ്രധാനമായിട്ടും പറയുന്നത് നമുക്കൊരു നല്ല ലീഡിങ് അല്ലെ, നല്ലൊരു എന്താ പറയുക നേതൃത്വവും അതേമാതിരി തന്നെ എന്താണ് ധാരണകൾ ഉൾക്കൊള്ളാനായിട്ടും കഴിയും. നമുക്ക് ഒരു ഓഡിറ്റ് അവലോകനം നടത്തുമ്പോഴാണ് ഇന്നിന്റെ മാറ്റേഴ്സ് മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെ ഒന്നിച്ച് നിൽക്കാനായിട്ട്. അപ്പൊ സഹപ്രവർത്തകരുടെ ഇടയിൽ പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് അല്ലെ സഹപ്രവർത്തകരുടെ ഇടയിൽ സഹകരണത്തോടുകൂടി വർദ്ധിക്കാനായിട്ട് ഈ ഓഡിറ്റ് കൊണ്ട് സാധിക്കുമെന്നുണ്ട്. അവലോകനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒറ്റയ്ക്ക് നിന്നല്ല ഈ നേട്ടങ്ങളെല്ലാം നേടിയിരിക്കുന്നത്, ഒന്നിച്ച് നിന്ന് അല്ലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ നമുക്കറിയാം ഡോക്ടറെ പരിശോധിച്ചു എന്നതുകൊണ്ട് മാത്രം നല്ല സേവനമാവില്ല അല്ലെ. അവിടെ നഴ്സുമാരുടെ ഡ്യൂട്ടി അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, മറ്റു എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡ്യൂട്ടിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമാണ് നല്ല റിസൾട്ട് എത്തുള്ളൂ അല്ലെ. അപ്പൊ ഒന്നിച്ച് നിന്ന് നേതൃത്വം വഹിച്ച് ഒന്നിച്ച് ഒരേ ധാരണയോടും കൂടിയിട്ട് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഓഡിറ്റ് കൊണ്ട് മനസ്സിലാക്കുന്നത്. എന്നിട്ട് എന്താണ് മറ്റൊന്ന് ഇൻവോൾവ് പേഷ്യൻസ്, അതായത് ഓഡിറ്റിൽ നമുക്കറിയാം എപ്പോഴും പേഷ്യൻസിന് നല്ല നിലവാരമുള്ള സേവനം കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. അവർക്ക് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൺസിഡർ ചെയ്തിട്ട് പരിഗണിച്ചിട്ടാണ് ഓരോരോ മാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവരെയും കൂടി ഇന്നത്തെ ഇൻവോൾവ് ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. നമുക്ക് ഇനി 2 പോയിന്റ് കൂടി എടുക്കാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. പെയർ ലെഡ് ആൻഡ് പെയർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു കോമൺ വേർഡായിട്ടാണ് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹപ്രവർത്തകരുടെ കൂടെ അല്ലെ സംഘടിതമായിട്ട് നിന്ന് അല്ലെ സഹപ്രവർത്തകരുടെ ഇടയിൽ സഹകരണത്തോടു കൂടിയിട്ട് നേതൃത്വം വഹിച്ച് അല്ലെ നല്ല ധാരണയോട് കൂടിയിട്ടാണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അതായത് ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരാളുടെ അല്ലെ ഒരു അവലോകനം നടത്തുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കുക ഒരു ആളുടെ മാത്രം കഴിവുകൊണ്ടല്ല ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് വിജയത്തിലേക്ക് എത്തുന്നത് അല്ലെ. അവിടെ പ്രധാനമായിട്ടും നേതൃത്വ നിരയിലുള്ള വ്യക്തികളുണ്ട്. അതേമാതിരി തന്നെ നല്ല ധാരണയോടുകൂടി എല്ലാവർക്കും നല്ലൊരു വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു നല്ലൊരു സേവനം കാഴ്ചവെക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഓഡിറ്റിംഗ് നടത്തുമ്പോഴാണ് ഈ ഒരു ഗുണമേന്മ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ ഒന്നിച്ച് നേതൃത്വമൊക്കെ വഹിച്ചാണ് ഈ ലക്ഷ്യം നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് തന്നെയാണ്. ക്ലിയർ ആയോ? ആണോ? വേറെന്തെങ്കിലും? നാളേക്ക് പോകാം.
അതിന്റെ ആ ഒരു മീനിങ് പേരിലിട്ട് എന്നുള്ളതിന്റെ തുല്യ നേതൃത്വം, തുല്യ ധാരണ എന്നുള്ളതാണ് വ്യക്തമായ ഒരു മീനിങ്. അതായത് സഹവർത്തിച്ച് അല്ലെ, സഹകരണത്തോടു കൂടിയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. അപ്പൊ നമ്മളിപ്പോ കണ്ടു ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താന്നൊക്കെ ഉള്ളതും അതിന്റെ അഡ്വാൻറ്റേജസും അല്ലെ അതിന്റെ വ്യത്യസ്ത സ്റ്റേജുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് പറയുന്നത്, ഭൂതകാല അവലോകനം എന്നാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ശരിയാണോ? മെഡിക്കൽ ഓഡിറ്റ് പഠിച്ചു കഴിഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് പൂർവ്വകാല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. അവിടെ പ്രധാനമായിട്ടും ആ റെക്കോർഡ്സുകൾ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ നമ്മളുടെ ആ ഒരു വിലയിരുത്തലും കാര്യങ്ങൾക്കും ഗുണം ചെയ്യുകയുള്ളൂ. ശരിയാണോ? പഴയ കാല റെക്കോർഡ്സുകളെല്ലാം ശരിയല്ല, ക്ലിയർ അല്ല എങ്കിൽ ഇപ്പോഴത്തെ വിലയിരുത്തലും കാര്യങ്ങളൊക്കെ തെറ്റായി പോകും. ശരിയല്ലേ? പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ കണ്ടു പൂർവ്വകാല അവലോകനമാണ് അതിൽ മെയിൻ ആയിട്ട് ലക്ഷ്യമിടുന്നത്. പൂർവ്വകാല അവലോകനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേരത്തെ കൂട്ടി നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന റെക്കോർഡുകളുടെ ബേസിലാണ് നമ്മൾ എന്താണ് അവലോകനം നടത്തുന്നത്. അപ്പൊ നേരത്തെയുള്ള റെക്കോർഡ്സുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇപ്പോഴത്തെ ഓഡിറ്റിങ്ങിലും എന്തുണ്ടാവാം, ഇവിടെ തന്നെയാണോ എന്നറിയാം. ഓക്കെ, ഫോൾട്ട് ഉണ്ടാവും. ഇവിടെ തന്നെയായിരുന്നു ശ്രദ്ധ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്താണ് പറയുന്നത്, നമ്മളുടെ നേരത്തെയുള്ള റെക്കോർഡുകളിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ റിസൾട്ടുകളിലും അത് തെറ്റായിട്ട് വരും അല്ലെ. നമ്മളിപ്പോ ഓഡിറ്റ് നടത്തിയാലും ആ അവലോകനം കൊണ്ട് നമുക്ക് വിചാരിച്ച റിസൾട്ട് നേടാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അത് ബേസ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റ്സ് ആണ് ഇവിടെ വിവരിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് നമ്മൾ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡൊക്കെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം, ഏതൊരു ഹോസ്പിറ്റലുകാരും മെഡിക്കൽ റെക്കോർഡ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും അവിടെ കീപ്പ് ചെയ്യേണ്ടതാണ്. ഓരോ ഹോസ്പിറ്റലുകാരും മസ്റ്റായിട്ടും അവിടെ കീപ്പ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ അത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല എങ്കിൽ, അതിന്റെ സ്ട്രക്ചർ രൂപകൽപ്പന എന്ന് പറയുന്നത് നല്ല രീതിയിലല്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അവലോകനം നടത്താനായിട്ട് എവിടുന്ന് തുടങ്ങണമെന്നോ ഏത് ഡാറ്റാസ് എടുക്കണമെന്നോ ഒന്നും ഒരു ഐഡിയയും കിട്ടില്ല. നല്ലൊരു സ്ട്രക്ചർ ആണ് എങ്കിൽ ഓക്കെ, നമുക്ക് ഇന്ന ഇയറിലെ ഇന്ന സംഭവം ഇന്ന പേഷ്യൻസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന അവിടുത്തെ ആ ഒരു എക്സ്റേ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാനാണ്, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു സമയക്രമത്തിനെ കുറിച്ചിട്ട് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ അവിടെ ഒരു നല്ല ചട്ടക്കൂടാണ് എങ്കിൽ അത് ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ വ്യക്തമാക്കി അവലോകനം നടത്താനായിട്ട് സാധിക്കും. പക്ഷെ നല്ലൊരു ചട്ടക്കൂടല്ല എങ്കിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നോ എങ്ങനെ അവലോകനം ചെയ്യണമെന്നോ നമുക്ക് അറിയാൻ പറ്റാതെയും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ് പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്. അതായത് ഒരുപക്ഷെ റെക്കോർഡുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും, പക്ഷെ ഒന്നും ഒരു പൂർണ്ണതയുള്ള റെക്കോർഡിംഗ് അല്ല അല്ലേ. അപ്പൊ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളെല്ലാം പൂർണ്ണത അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഇപ്പൊ ഓഡിറ്റ് നടത്തുമ്പോഴും നമുക്ക് അത് വെച്ച് സ്റ്റാൻഡേർഡ് ഒന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അത് തന്നെയാ പറയുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ഓർ പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്. അതേമാതിരി തന്നെ മെയിൻ്റനൻസ് നമ്മൾ അപ്ഡേഷൻ ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടാവൂല ചിലപ്പോ. ഇപ്പൊ പേഷ്യൻസിന്റെ ശുശ്രൂഷ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ 2 വീക്സ് കഴിയുമ്പോൾ വീണ്ടും പേഷ്യൻസ് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ റിപ്പോർട്ട് ചിലപ്പോൾ ആണെങ്കിൽ നിലവിലെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ മിസ്സിങ് വന്നു കഴിഞ്ഞാലാണ് അവിടെ എന്താണ് നല്ല ക്ലിയർ അല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പുവറായിട്ടുള്ള ക്വാളിറ്റി മെയിൻ്റനൻസ് ആണ് അവിടെ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഗുണമില്ലാതെ ചെയ്യുവാണ്. നെക്സ്റ്റ് എന്താ പറയുക, ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അതായത് ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. എപ്പോഴും എന്താണ് ചിലപ്പോൾ ഈ റെക്കോർഡുകൾക്ക് ഉൾപ്പെടുത്തുമ്പോൾ നമ്മളിപ്പോ രേഖപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ മേലധികാരികളെ ഭയന്നിട്ട് ചിലത് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കീഴുദ്യോഗസ്ഥരെ സബോർഡിനേറ്റ് എന്താണ് അവര് ചിലപ്പോ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചില കാര്യങ്ങളൊന്നും റെക്കോർഡിൽ ഉൾപ്പെടുത്തിയെന്ന് വരില്ല.
അപ്പൊ ആ ഒരു പേടി കൊണ്ട് ചില ആക്ഷൻസുകളെല്ലാം അല്ലെ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫിന്റെ ഒക്കെ എന്തെങ്കിലും പ്രേരണ കൊണ്ട് ചില കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ വരാം. അപ്പോഴും നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കാതെ വരും. പിന്നെ ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലുകാർ തന്നെ ചില കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യും അല്ലെ, ചില കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തേണ്ടാണെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒക്കെ തീരുമാനിക്കുമ്പോഴും അങ്ങനെ വരുമ്പോഴും എന്താണ് എന്താ പറയാ, നമ്മുടെ റെക്കോർഡുകളെല്ലാം പൂർണ്ണമായിട്ടും കൃത്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. ദെൻ സപ്രഷൻ ഓഫ് ഫാക്ട്സ് റോങ് റിപ്പോർട്ടിങ്. അതായത് എന്തെങ്കിലും അടിച്ചമർത്തലും കാര്യങ്ങളും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റായിട്ട് ചില റിപ്പോർട്ടുകളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് മേലധികാരികളിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ റെക്കോർഡിക്കലി അങ്ങനെ തെറ്റായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും എന്താണ് ഈ ഒരു ഓഡിറ്റ് കൊണ്ട് അത് പൂർണ്ണമായിട്ട് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റിന്റെ ആണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അല്ലേ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ക്ലിനിക്കൽ ഓഡിറ്റ്, ഏതെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്, പിക്ക് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ചോദിക്കാനൊക്കെ അല്ലെ. എല്ലാം കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്. അധികം ചെറിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള മെഡിക്കൽ ഓഡിറ്റ് എന്താണ്, ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണ്, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആ സ്റ്റേജസ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യാണ്, 3-5 ക്വസ്റ്റ്യനൊക്കെയാണ് പ്രതീക്ഷിക്കാറുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അതൊക്കെ മസ്റ്റ് ആയിട്ട് തന്നെ നോക്കിപ്പോണം. ഈ ഭാഗത്തേക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നില്ല, എന്നാലും നമുക്ക് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ. നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാം. പ്രോബ്ലംസ് വായിച്ചു നോക്കിയോ? ാണോ? പ്രോബ്ലംസ് വായിച്ചു നോക്കിയോ? ഓക്കെ, ഒന്നും ഡൗട്ടുകളില്ല. നമുക്ക് താഴേക്ക് പോകാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം. കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ ഉള്ളടക്കം അല്ലെ, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ എന്തൊക്കെ പെടാം ഉള്ള കാര്യമാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് വൺ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട്. അതായത് നമുക്കറിയാം അല്ലേ, ഒരു ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടായിരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഓഡിറ്റ് കാര്യങ്ങളുണ്ട് അല്ലെ. അതിൽ നിന്ന് നമ്മൾ കുറെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് പ്രയോറിറ്റീസ് ഏതിനു വേണ്ടിയിട്ടാണ് മുൻതൂക്കം കൊടുത്ത് നമ്മൾ ഓഡിറ്റ് നടത്തുന്നതിനൊക്കെയുള്ള കാര്യം നമ്മൾ ജസ്റ്റ് പറയുന്നത്. അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള അവിടെയുള്ള ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളത് ഈ കണ്ടന്റിലുണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ, അതായത് നമുക്കറിയാം ഒരു സാഹിത്യ അവലോകനം നടത്തുകയാണ്. ഇന്നൊരു മാറ്റേഴ്സ് ഇത്തരത്തിലുള്ള ഓഡിറ്റിന്റെ ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിലും ഇതിനൊരു പ്രയോറിറ്റീസ് കൊടുത്തിട്ട് ഈ ഒരു ഓഡിറ്റിലേക്ക് നമ്മൾ അല്ലേ, ഒരു ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ സാഹിത്യ അവലോകനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ആശയങ്ങളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് പ്രയോറിറ്റീസ് ഏതാണെന്ന് കണ്ടെത്തിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ദെൻ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മളിപ്പോ ഒരു ഓഡിറ്റിന് ഒരു വിഷയം കണ്ടെത്തി, പിന്നെ വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്ത് നോക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അല്ലെ. ഏതെങ്കിലും ഒരു കമ്പാരിസൺ നടത്തിയിട്ടാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഈ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്താണ്, അത് ഉണ്ടായിരിക്കും. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്. നമുക്കറിയാം ഈ ഒരു അവലോകനം നടത്തുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കും അല്ലെ. ക്വസ്റ്റ്യൻ ഉപയോഗിക്കും, സ്ക്രീൻ ടെസ്റ്റ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചെക്ക് ലിസ്റ്റ് കാര്യങ്ങള് അതെല്ലാം പെർഫോം ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ നേരിട്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് അവലോകനങ്ങൾ നടത്തുന്നത് ഇല്ലേ. അതൊക്കെ നേരത്തെ പഠിച്ചില്ലേ മെത്തേഡ്സുകളൊക്കെ? മറന്നുപോയോ ഇല്ലേ? നമ്മൾ ഓഡിറ്റ് നടത്താനായിട്ട് വ്യത്യസ്തമുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് റിസൾട്ട്?
റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലങ്ങൾ അല്ലെ, റിസൾട്ട്സുകൾ എന്താണെന്ന് കണ്ടെത്തുകയാണ് ഈ അവലോകനം നടത്തിയിട്ട് റിസൾട്ടുകൾ എന്താണെന്നുള്ളത് അത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. എന്താ റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ചസ്. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് നമ്മൾ എന്താണ് അത് കറന്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് അങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ അതിന്റെ ഫലങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ ചില റെക്കമെൻഡേഷൻസ് വരെയാണ് അല്ലെ, ചില ചേഞ്ചസുകളൊക്കെ വേണം എന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എന്തെങ്കിലും ഉണ്ടാവും, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവും. റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ച്, റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്. അതായത് വീണ്ടും ഇനി എന്താണ് ഓഡിറ്റ് നടത്തുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മെഷീനാണ് സ്ഥാപിക്കുന്നത്, ഒരു മെഷീൻ സ്ഥാപിച്ചിട്ട് കൂടുതൽ റിസൾട്ട് കിട്ടണം എന്നുള്ള രീതിയിലാണ് മെഷീൻ സ്ഥാപിച്ചത്. നമുക്കറിയാം ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ ആ മെഷീന്റെ ഉപയോഗമൊക്കെ നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഒരു മെഷീൻ സ്ഥാപിച്ചു ഉടനെ തന്നെ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല അല്ലെ. വീണ്ടും വീണ്ടും ഇനി ഒന്ന് നെക്സ്റ്റ് വീക്കിലും ഈ ഒരു ദിവസം നമുക്ക് ഒന്ന് ഓഡിറ്റ് നടത്തി നോക്കാം. അപ്പൊ ആ മെഷീൻ ഉപയോഗിച്ച് ഇതിന്റെ ഗുണം സാധിക്കുന്നുണ്ടോ, അതാണ് ഇവിടെ പറയുന്ന റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഓഡിറ്റ്. വീണ്ടും വീണ്ടും നമ്മൾ ഓഡിറ്റ് നടത്തണമെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷനും എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്താ ഓരോ കാര്യം വന്നത് കൊണ്ടാണ് ഓഡിറ്റ് നടത്താന്ന് വെച്ചേക്കുന്നത്. ആ നടത്താന്ന് വെച്ചേക്കുന്നതിന്റെ ഒരു റിവ്യൂ അല്ലെ, അതെങ്ങനെയാണ് നടത്തുന്നതെന്നൊക്കെ ഉള്ള കാര്യം. ദെൻ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അത് നടത്താൻ ആ ഓഡിറ്റ് നടത്താനായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്. മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, ഏത് രീതിയിലാണ് ആ ഓഡിറ്റ് നടത്തുന്നത്. പിന്നെ അതിന്റെ റിസൾട്ട് അല്ലെ, ഫലം എന്താണ്. വീണ്ടും ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട് എങ്കിൽ അപ്പൊ അത് ഏത് തരത്തിലുള്ള ചേഞ്ചസ് ആണ്. പിന്നെ വീണ്ടും എന്താണ്, വീണ്ടും ഫർദർ ഓഡിറ്റ്, ആ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വീണ്ടും പരിശോധിക്കണം അല്ലെ, ഈ ചേഞ്ചസ് വരുത്തി നമ്മൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് പിന്നെ എന്താണ് റിസൾട്ട്, വീണ്ടും അവലോകനം നടത്തണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, കണ്ടന്റ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ. ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മുടെ ഓഡിറ്റിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യണം. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കമ്പാരിസൺ നടത്തണം അല്ലെ, ഒരു മാനദണ്ഡം ഫിക്സ് ചെയ്യണം, എന്നാലാണ് നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഡ്യൂട്ടിയുടെ കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ വിലയിരുത്താണെങ്കിലോ അവരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടെസ്റ്റിങ്ങും കാര്യങ്ങളും വിലയിരുത്താണെങ്കിലും എന്താണ് നമ്മൾ അതിന്റെ ആ ഒരു നേരത്തെ കൂടി അല്ലെ, കഴിഞ്ഞ കൊല്ലം ഇത്തരത്തിലുള്ള പേഷ്യൻസ് വന്നപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ, ഇപ്പൊ നമുക്കൊരു സാംക്രമിക രോഗങ്ങൾ എന്തെങ്കിലും പകർച്ചവ്യാധികളൊക്കെ വരികയാണെന്ന് വെച്ചു, അപ്പൊ അതിന് കുറച്ച് പ്രോട്ടോകോൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും അല്ലെ. നമ്മളിപ്പോ കൊറോണ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഡിസ്റ്റൻസുകൾ കീപ്പ് ചെയ്ത് നിൽക്കണമായിരുന്നു, ടെസ്റ്റിങ്ങിന്റെ ടെസ്റ്റുകൾ നടത്തണമായിരുന്നു അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് അത് വെച്ചിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ വരികയാണ് ഇങ്ങനത്തെ ഒരു കേസുകളൊക്കെ വരികയാണെങ്കിൽ എന്താണ്, ആ ഒരു രീതി അനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഇപ്പൊ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ് ഫോളോ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ കമ്പാരിസൺ വെച്ച് നോക്കും. ഓക്കെ, അതങ്ങനെ ചെയ്തിട്ട് പേഷ്യൻസിനോ മറ്റാർക്കെങ്കിലും പഠനം പിടിച്ചോ അല്ലെ, അതേമാതിരി തന്നെ അവിടെ ശുശ്രൂഷ ചെയ്യാൻ വന്ന സ്റ്റാഫിന് എന്തെങ്കിലും സംഭവിച്ചോ, അത് വെച്ച് നമ്മൾ ഒന്ന് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് നോക്കിയാണ്, വിലയിരുത്തി നോക്കിയാണ്. അപ്പൊ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ആ വിചാരിച്ച മാതിരി റിസൾട്ട് ഉണ്ടെങ്കിലും ഓക്കെ അത് തന്നെ ഫോളോ ചെയ്യും.
അതെല്ലാം എങ്കിലും നമ്മൾ നേരത്തെ കൂട്ടി വെച്ച രീതിയിൽ അല്ല ഇപ്പൊ പോണേ. നമുക്കറിയാം ഇപ്പൊ ഇച്ചിരി കൂടി ആ നേരത്തെ കൂട്ടിയെ വെച്ച അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ജനങ്ങൾ തയ്യാറാവണമെന്നില്ല അല്ലെ. പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങൾ ഇച്ചിരി കൂടി അക്ഷരമരാണ് അല്ലെ ഈ കാര്യങ്ങളിൽ. അപ്പൊ എന്താണ് ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇവിടെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പ്രോട്ടോകോൾ അല്ലെ ആ നിബന്ധനകൾ വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ മാനദണ്ഡങ്ങൾ വേറെ വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ കുറച്ചും കൂടി നിയമാവലികളിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പൊ സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും എന്താണ് അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് എടുക്കേണ്ടത്. ആ ക്രൈറ്റീരിയകൾ മാനദണ്ഡങ്ങൾ എപ്പോഴും നല്ല മാനദണ്ഡങ്ങളായിരിക്കണം. എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്ന മാനദണ്ഡങ്ങളാണെങ്കിൽ മാത്രമാണ് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും അപാകതകൾ വരുത്തിയേ പറ്റൂ. ഈ കേസിൽ ചില കേസുകളിൽ ഇപ്പൊ ചില മെഷീന്റെ കേസൊക്കെ ആണെങ്കിൽ നോക്കാം. അപ്പൊ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു സാധനം ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഒരു 100 എണ്ണം ഉത്പാദിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ആ അതേ രീതിയിൽ തന്നെ ഉത്പാദകര് അവിടെയുള്ള വർക്കേഴ്സ് 100 എണ്ണം തന്നെ ഉത്പാദിപ്പിക്കണം അല്ലെ. കഴിഞ്ഞ വർഷം ഒരു സാധനം ഉത്പാദിപ്പിക്കാനായിട്ട് ഈ മെഷീനെ കൊണ്ട് 100 എണ്ണം ഉത്പാദിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും എന്താണ് 100 എണ്ണം ഉത്പാദിപ്പിക്കേണ്ടതാണ്. പക്ഷെ റിസൾട്ടിൽ എന്താണ് 75 എണ്ണം ഉത്പാദിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ് 25 എണ്ണം കുറച്ചേ ഉത്പാദിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെ എന്താണോ അപാകത വന്നത് അല്ലെ ആ ഒരു ക്രൈറ്റീരിയ വെച്ച് മുന്നോട്ട് പോയിട്ട് എന്തുകൊണ്ട് ഇവിടെ ഉത്പാദനം നടത്തിയില്ല. ചിലപ്പോ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെയുള്ള വർക്കേഴ്സ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവരെ ടൈമിൽ തന്നെ വന്ന് വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു മാനദണ്ഡം, ചില മാനദണ്ഡങ്ങൾ അത് അതേപോലെ തന്നെ റിസൾട്ടിൽ വരും. ഓക്കെയാണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കും. ചില മാനദണ്ഡങ്ങൾ എന്താണ് റോങ് ആണ് അല്ലെ. ഇപ്പൊ നിലവിൽ നമ്മള് പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ ശരിയാവുന്നില്ല എങ്കിൽ ആ മാനദണ്ഡങ്ങൾ നമ്മൾ അല്ലെ ആ മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടെത്തിയത് മാനദണ്ഡങ്ങൾ അല്ലെ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് അത് എന്താണെന്നുള്ളത് നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്പാരിസൺ നടത്തിയത് എന്നുള്ളത് ആ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ ക്രൈറ്റീരിയ മാനദണ്ഡം വെച്ചിട്ടാണ് ഇപ്പോ നമ്മൾ ഓഡിറ്റ് വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഓഡിറ്റ് നടത്താം അല്ലെ. ഒരു ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ ആ ഫണ്ട് നന്നായിട്ട് തന്നെ അവിടെ ഇപ്പൊ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ആ കോസ്റ്റ് ആയിരിക്കും, ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു രൂപയുടെ മൂല്യം കൊണ്ട് റിസൾട്ട് ഇപ്പം നേടാൻ പറ്റാത്തത്. കൂടുതൽ അഡീഷണൽ ചിലപ്പോൾ അഡീഷണൽ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ആ ഒരു രീതി അനുസരിച്ചിട്ട് മാനദണ്ഡം നമ്മൾ വെച്ചിട്ട് തന്നെ നോക്കി ാണ് അഡീഷണൽ വേണ്ടയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കും. ചിലപ്പോൾ നമുക്കറിയാം മെഷീൻ ഇപ്പൊ ഉപയോഗത്തിൽ അതിനേക്കാളും നല്ല മെഷീനായിരിക്കും. അപ്പൊ എന്താണ് ആ മെഷീനേക്കാൾ കൂടുതൽ ഉപയോഗം ഈ ഒരു മെഷീൻ പുതിയൊരു മെഷീൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻ ഉണ്ടെങ്കിൽ എന്താണ് ആ മെഷീൻ ഒഴിവാക്കിയിട്ട് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻ ഉപയോഗിക്കും. അപ്പൊ കൂടുതൽ റിസൾട്ട് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, പ്രതിപാദിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആയോ? എന്താണ് ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സ് മനസ്സിലായോ? കിട്ടിയില്ല? അപ്പൊ ഇനി എന്തെങ്കിലും നമ്മളെന്തായാലും പുതിയ ചാപ്റ്റർ തുടങ്ങണമെന്ന് വെച്ചതായിരുന്നു. എനിവേ നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, അതിലേക്ക് എഴുതിയിട്ടുണ്ടോ? അടുത്ത ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണല്ലോ. ഞാൻ എടുത്തൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ ഇനി ഒരു 3-4 മിനിറ്റ് വന്നു. അതുകൊണ്ട് എന്തായാലും അടുത്ത ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്റർ ആണ്. നമുക്കുള്ള 1-2 ചാപ്റ്റേഴ്സും ഭയങ്കര ഇച്ചിരി കൂടുതലുള്ളതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. 3rd-ഉം 4th-ഉം മൊഡ്യൂളുകൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വലിയ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. പഠിപ്പിച്ചു തുടങ്ങിയവരെല്ലാം വലിയ ചാപ്റ്റേഴ്സ് അല്ലേ പഠിപ്പിച്ചു തുടങ്ങിയേക്കണേ അല്ലേ. കഴിഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പോലെയല്ല, ഇച്ചിരി ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്.
നമ്മൾ ഇച്ചിരി സ്പീഡിൽ എടുക്കേണ്ടത് വരും, എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. എന്നാലും സ്പീഡ് കൂടുതൽ ഉണ്ടെങ്കിലും അത് ഇൻഫോം ചെയ്യാം. ഓക്കെ, ഓഡിറ്റ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്തതാണ്. എന്തായാലും ഇനിവേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മെഡിക്കൽ റെക്കോർഡ്സ് എടുത്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.